പത്മജ വേണുഗോപാലിന് ഗവർണർ പദവി ലഭിച്ചേക്കുമെന്ന സൂചനയുടെ തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന അധ്യക്ഷനടക്കം ഉള്ളവരിൽ മുഴുവൻ അഴിച്ചുപണിക്ക് BJP ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. നേരത്തെ തന്നെ ആ വാർത്ത വന്നിരുന്നു. കെ സുരേന്ദ്രൻ 2 ടേം പൂർത്തിയാക്കിയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ ഭരണഘടന അനുസരിച്ച് തുടർച്ചയായി 2 വർഷം കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം മാത്രമാണ് മടങ്ങി വരാൻ കഴിയുക. ഇല്ലെങ്കിൽ മൂന്നാമതൊരു ടേം ഉണ്ടാകില്ല. ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ആ ഒരു സമയം എത്തിയിരിക്കുന്നു. BJPയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. ഷോൺ ജോർജിന്, അതായത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് സംസ്ഥാനത്തെ ഒരു ഉന്നത പദവി, സംസ്ഥാന പാർട്ടിയിൽ ഒരു ഘടകത്തിൽ ഒരു ഉന്നത പദവി, ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിയോ ആ ഒരു പദവിയിലേക്കോ എത്താനുള്ള ഒരു സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഒപ്പം തന്നെ PC ജോർജിന് ദേശീയ സമിതി അടക്കം ഉള്ളവയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ PC ജോർജ് ഏതെങ്കിലും ഒരു ബോർഡിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ കേരള BJP വലിയ അഴിച്ചുപണിക്ക് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത്. അവിടെയൊക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവരാനാണ്. BJP അധ്യക്ഷ പദവിയിലേക്ക് പശ്ചിമബംഗാളിലും മറ്റും കഴിവ് തെളിയിച്ചിട്ടുള്ള മലയാളിയായ ഒരു RSS പ്രചാരകൻ, ഇന്ന് അദ്ദേഹം BJPയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നു. അദ്ദേഹത്തിന് വരാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ ഉള്ള പേരുകളും കേൾക്കുന്നു. ഏതായാലും ഒരു വലിയ അഴിച്ചുപണിക്ക് തന്നെ കേരള BJP ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്താ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.